ചത്താപ്പച്ച റെസ്ലിംഗ് റിലേറ്റഡ് ഫസ്റ്റ് മലയാളം മൂവി കണ്ടു. എനിക്ക് തോന്നിയത് സിനിമയുടെ കാസ്റ്റിംഗ് തന്നെയാണ് സിനിമയുടെ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജും ബിഗ്ഗസ്റ്റ് ഡിസഡ്വാൻറ്റേജും ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ ആ ഡിസഡ്വാൻറ്റേജ് പറയുന്നത് എല്ലാ കാസ്റ്റും അല്ല, ഒരു ഒറ്റ കാസ്റ്റ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സിനിമ കണ്ട് കഴിഞ്ഞ സമയത്ത് ഒരു ടേക്ക് അവേ ആയിട്ട് തോന്നിയത് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളുടെ കാസ്റ്റിംഗ് തന്നെയാണ്. അടിപ്പനായിട്ട് ചെയ്തിട്ടുണ്ട്. അർജുൻ അശോകൻ ആയാലും വിശാഖ് ആയാലും നമ്മുടെ റോഷൻ മാത്യു ആയാലും ആ കാസ്റ്റിനോട് നീതി പുലർത്തുന്ന പെർഫെക്റ്റ് ക്യാരക്ടർ ഡെലിവറിയാണ് അവർ സ്ക്രീനിൽ ചെയ്തത്. അതിൽ അവർക്ക് പ്രധാനമായിട്ടും ചെയ്യാനുണ്ടായിരുന്ന എലമെന്റ് എന്ന് പറഞ്ഞാൽ WWE ആക്ഷൻ ആണ്. ആ ആക്ഷന്റെ കാര്യത്തിൽ വരുമ്പോൾ അത് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ 90s കാലഘട്ടത്തിലൊക്കെ ജനിച്ച കുട്ടികളാണ് നിങ്ങളെങ്കിൽ നമ്മളുടെ ആ ഒരു പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു റിംഗ് സെറ്റപ്പും അതുപോലെ തന്നെ ആ WWE സ്റ്റോറി ലൈനൊക്കെയാണ് സിനിമയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൽ തന്നെ നമ്മൾ കണ്ടു മറന്ന ആ ആക്ഷൻസ് ഉണ്ടാവല്ലോ. ഇപ്പോൾ 619 ആയാലും RKO ആയാലും എഡ്ജിന്റെ സ്പിയർ ആയാലും അതെല്ലാം അന്ന് നമ്മൾ സ്ക്രീനിൽ കണ്ട സെയിം സംഗതി വളരെ സിനിമാറ്റിക് ആയിട്ട് എടുത്തു വെക്കുന്നതിൽ ആനന്ദ് സി ചന്ദ്രൻ എന്ന സിനിമാറ്റോഗ്രാഫർ വിജയിച്ചിട്ടുണ്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അത് തന്നെയാണ് ആ സിനിമ മുന്നോട്ട് വെക്കുന്ന ആ ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ആക്ഷൻസ് പെർഫെക്റ്റ് ആയിട്ട് ഡെലിവേർഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്കിതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നിയ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു മൂത്ത ചേട്ടൻ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ബിഗി, ആ ബിഗിന്റെ പേര് ഇങ്ങനെ വീണ്ടും വീണ്ടും സിനിമയിൽ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ മനസ്സിൽ ഒരു താളം, ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ. ബുള്ളറ്റ് വാൾട്ടർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, വാൾട്ടറിന്റെ പിള്ളേരെ തുടരായടാ, വാൾട്ടറിന്റെ കവച്ച് വെക്കാൻ പാകത്തിലുള്ള ഒരു ഗുസ്തിക്കാരനോ അല്ലെങ്കിൽ ഒരു സ്റ്റൺമാനോ ആ നാട്ടിലില്ല എന്നുള്ള തരത്തിലുള്ള ബൂസ്റ്റപ്പ് ഡയലോഗുകളെല്ലാം ഇങ്ങനെ സിനിമയിൽ ഉടനീളം കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആ സിനിമയിൽ ആ ക്ലൈമാക്സിനോട് അടുപ്പിച്ച് വരുന്ന സമയത്ത് ആരാണ് വാൾട്ടർ എന്ന് റിവീൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു എന്താ പറയാ ഒരു ഡിസപ്പോയിന്റ്മെന്റ് തന്നെ പറയേണ്ടി വരും. അത് അൺഎക്സ്പെക്റ്റഡ് ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ആ ക്യാരക്ടറിന് സ്യൂട്ട് ആവാത്ത തരത്തിലുള്ള ഒരു എന്താ പറയാ ബോഡി ലാംഗ്വേജ്, മാനറിസം, ഡയലോഗ് ഡെലിവറി ഒക്കെയാണ് വന്നിട്ടുള്ളത്. എസ്പെഷ്യലി ആ ഒരു കൊച്ചി മട്ടാഞ്ചേരി സ്ലാങ്ങിൽ നമ്മുടെ എന്താ പറയാ ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടറായിട്ട് വരുന്ന ബുള്ളറ്റ് വാൾട്ടർ വന്നിട്ട് ഒരു ഫസ്റ്റ് ഡയലോഗ്, ആ സിനിമയിൽ അദ്ദേഹത്തിനുള്ള ഫസ്റ്റ് ഡയലോഗ് പറയുന്ന സമയത്ത് തന്നെ അയ്യേ ഇതെന്ത് ഇങ്ങനെ, നമ്മൾ ഉദ്ദേശിച്ച വാൾട്ടർ ഇങ്ങനെയല്ലല്ലോ, ഒരു മസ്കുലർ പവർഫുൾ എന്താ പറയാ സംസാരത്തിലൂടെ അല്ലെങ്കിൽ ഒരു നോട്ടത്തിലൂടെ പോലും എതിരാളികളെ നിഷ്പ്രഭമാക്കുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കാം ഇത് എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ആ ഇൻട്രൊഡക്ഷന്റെ തുടക്കത്തിലുള്ള ഷോർട്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ യെസ് സംതിങ് ബിഗ് ഈസ് കമ്മിങ് എന്ന് പറഞ്ഞ ഒരു ഫീൽ വരും. പക്ഷേ ആ ആൾ ആരാണെന്ന് റിവീൽ ചെയ്തിട്ട് പിന്നെ വരുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് എന്താ പറയാ ഈ സിനിമയുടെ ആ ഒരു ഓളത്തിനോട് ചേർന്ന് നിൽക്കാത്ത തരത്തിലുള്ള ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ പരിപാടി ആയിപ്പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ആ ഒരു സംഗതി മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്നുള്ള തലത്തിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് തിയേറ്ററിൽ തന്നെ പോയി കാണാവുന്ന ഒരു സംഗതി തന്നെയാണ് ചത്താപ്പച്ച. അതുപോലെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ട വേറൊരു ക്യാരക്ടർ ഉണ്ട്, നമ്മുടെ കുപ്പി, ആനന്ദത്തിലെ കുപ്പി, വിശാഖ് നായർ ചെയ്ത ചെറിയാൻ എന്ന് പറയുന്ന കഥാപാത്രം. അദ്ദേഹമാണ് ഇതിലെ ദ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം എന്താ പറയാ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ക്യാരക്ടറൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കുറച്ച് എക്സെൻട്രിക് ആയിട്ടുള്ള നമ്മളിപ്പോ ആ ക്യാരക്ടറിനോട് ഉപമിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടർ പറയുകയാണെങ്കിൽ സർപ്പട്ട പരമ്പരയിലെ ആ ഒരു ഡാൻസിങ് റോസ് ഉണ്ടല്ലോ, ഷബീർ കലറകൾ ചെയ്ത അത്തരത്തിലുള്ള ഒരു നേച്ചറുള്ള ഒരു ക്യാരക്ടർ. ആ ക്യാരക്ടറിനെ അത്രയും ഉൾക്കൊണ്ടിട്ട് അദ്ദേഹം വളരെ സ്മൂത്ത് ആയിട്ട് സ്ക്രീനിൽ ഡെലിവറി ചെയ്തിട്ടുണ്ട്. ആ പുള്ളി സ്ക്രീനിൽ വരുന്ന സമയത്തെല്ലാം നമ്മൾ നെക്സ്റ്റ് പുള്ളി എന്താണ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള മാനറിസം, വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു ഡയലോഗ് ഡെലിവറി, അദ്ദേഹത്തിന്റെ ബോഡി മൂവ്മെന്റ്സ്, അതുപോലെ തന്നെ ഈ ഒരു റെസ്ലിംഗ് സെനാരിയോട്ട് വരുമ്പോൾ ക്ലൈമാക്സ് ഫൈറ്റിൽ അദ്ദേഹം ഷർട്ടൊക്കെ ഊരിയിട്ട് നിൽക്കുന്ന ഒരു സംഗതി ഉണ്ട്. അത് ഹീറോയിന്റെ മേളിൽ പോയെന്ന തരത്തിലുള്ള ഒരു പ്രകടനം തന്നെയായിരുന്നു വിശാഖ് നായറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. വിശാഖ് നായർ ഇതിലൊരു സ്പെഷ്യൽ കയ്യടി അർഹിക്കുന്നുണ്ട്. ഈ സിനിമേന്റെ തുടർന്ന് അദ്ദേഹത്തിന്
മാത്രം ഫോക്കസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് വരുന്ന നായക കഥാപാത്രമായിട്ട് എടുക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മളെ ഹിത്ത് ലെഡ്ജർ ഡാർക്ക് നൈറ്റിൽ നമ്മുടെ ജോക്കറായിട്ട് വന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, അതുപോലെയുള്ള ക്യാരക്ടറൊക്കെ കൊടുക്കാൻ പറ്റിയ കാലിബർ ഉള്ള നടനായിട്ട് വിശാഖ് നായർ അദ്ദേഹത്തിന്റെ ആ കരിയറിലെ ഗ്രാഫ് ഉയർത്തി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബാക്കി ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ മ്യൂസിക് സ്കോർ മുജീബ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളെ എക്കോലൊക്കെ ചെയ്ത് അത് വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. സോങ്സിന്റെ കാര്യം വരുമ്പോൾ എനിക്കൊരു ആവറേജ് ഫീൽ ആണ് വന്നിട്ടുള്ളത്. പിന്നെ എഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം ആ സിനിമയ്ക്ക് ഉതകുന്ന തരത്തിൽ നമ്മൾ ആ സിനിമയുടെ ഓരോ സീൻസ് എലവേറ്റ് ചെയ്യുന്ന തരത്തിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് സിങ്ക് ആയിട്ട് വരുന്ന രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആകെ മൊത്തം ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഹൈ തന്ന ഒരുപാട് പെർഫോമൻസും അതുപോലെ തന്നെ ഹൈ ഒരുപാട് താഴ്ത്തിയ ഒരു പെർഫോമൻസും ഉള്ള ഒരു തിയേറ്റർ വാച്ച് പടം, അതായത് ഒരു 85 to 90% സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് പടം തന്നെയാണ് ചത്താപ്പച്ച. ചത്താപ്പച്ച നിങ്ങൾ കണ്ടവരാണോ? കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.